നിർഗുണന്മാർ. കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവ് കോൺഗ്രസിൻ്റെ തൻ്റെ അണികളെ പൊതുപരിപാടിക്കിടെ വിളിച്ച പേരാണിത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ സ്വന്തം പാർട്ടി അണികളെ അങ്ങനെ വിളിക്കാൻ നിർബന്ധിതനായെങ്കിൽ അതിന് മതിയായ കാരണമില്ലാതെ തരമില്ല. ಇಲ್ಲೇ ಇದಿಷ್ಟು ಹಿಂಗೆ ಕೂಗಿದ್ರೆ ಇಡೀ ದೇಶ ನಿಮ್ಮ ಕೈಯಾಗ ಬಂದಂಗೆ ಆಗ್ತದ. യൂസ്ലെസ് ഫെലോസ്. കർണാടക കോൺഗ്രസിലെ അച്ചടക്കക്കുറവിനെതിരെയാണ് ഈ കടുത്ത വിമർശനം. പുതിയ സംസ്ഥാന അധ്യക്ഷനായ BK ഹരിപ്രസാദിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ അണികൾ നടത്തിയ നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് ഖഡ്ഗെയെ രോഷം കൊള്ളിച്ചത്. ചടങ്ങിനിടെ പ്രവർത്തകർ DK എന്ന മുദ്രാവാക്യങ്ങൾ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടേയിരുന്നു. മുഖ്യമന്ത്രി DK ശിവകുമാറിനോടുള്ള പിന്തുണ പ്രകടനമായി ആ ചടങ്ങ് അട്ടിമറിക്കപ്പെട്ടു എന്ന് വേണം കരുതാൻ. എന്നാൽ ചടങ്ങിൻ്റെ ഗൗരവം തകർത്ത ഈ പ്രവണത ഖഡ്ഗെയെ സ്വാഭാവികമായും പ്രകോപിപ്പിച്ചു. ശാന്തമായിരിക്കുക, നിങ്ങൾ രാജ്യത്തെ മുഴുവൻ കൈവശപ്പെടുത്തിയതുപോലെയാണല്ലോ പെരുമാറുന്നത്, ഒരു പണിയുമില്ലാത്ത നിർഗുണന്മാർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഇത് വ്യക്തിപൂജയ്ക്ക് വേണ്ടിയുള്ള വേദിയല്ലെന്നും പാർട്ടിയുടെ ഐക്യത്തിനും ശക്തിപ്പെടുത്തലിനുമായി ഒരുമിച്ച് കൂടിയ സംഗമമാണെന്നും ഖഡ്ഗെ ഓർമ്മിപ്പിച്ചു. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ യോഗമാണ്, ഒരാളുടെ പേരിൽ മാത്രം മുദ്രാവാക്യം വിളിക്കാനുള്ള വേദിയല്ല. ഒരാൾ ഒരു പേര് വിളിക്കുമ്പോൾ മറ്റൊരാൾ വേറൊരു പേര് വിളിച്ചാൽ ഇവിടെ ബാക്കിയുള്ളവരെല്ലാം മാലിന്യം വാരാൻ മാത്രമാണോ വന്നിരിക്കുന്നത് എന്നായിരുന്നു രോഷം കൊണ്ടുള്ള ഖഡ്ഗെയുടെ ചോദ്യം. വർഷങ്ങളായുള്ള തൻ്റെ രാഷ്ട്രീയാനുഭവം ചൂണ്ടിക്കാട്ടി പാർട്ടിയാണ് പ്രവർത്തകരുടെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനം എന്നും ഖഡ്ഗെ ഓർമ്മിപ്പിച്ചു. അച്ചടക്കം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇവിടെ വിളിച്ചു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഉണ്ടാവും, അവ പരിശോധിച്ച ശേഷം ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും, അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. കർണാടക കോൺഗ്രസ് അടുത്ത തിരഞ്ഞെടുപ്പിനെ മുൻനിർത്തി കലഹഭരിതമായ ഒരു ഘട്ടം പിന്നിട്ട് മുന്നേറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ പുതിയ സംഭവം. 2023 അപ്രതീക്ഷിത വിജയത്തിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ആഭ്യന്തര കലഹങ്ങൾ പാർട്ടിയെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിലുള്ള നേതൃത്വ പോരാട്ടം തുടർച്ചയായി വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ആദ്യഘട്ടത്തിൽ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തപ്പോൾ ശിവകുമാറിനെ ഉപമുഖ്യമന്ത്രിയാക്കി നിയമിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് പിന്നീട് അവസരം നൽകാമെന്ന വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു. റൊട്ടേഷൻ ഫോർമുല പ്രകാരം 2.5 വർഷങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി സ്ഥാനം ശിവകുമാറിന് ലഭിക്കുമെന്ന സൂചനകളും പുറത്തു വന്നു. സർക്കാർ 2.5 വർഷം പൂർത്തിയാക്കിയതോടെ ശിവകുമാർ പക്ഷം സമ്മർദ്ദം ശക്തമാക്കി. അവസാനം അടുത്ത തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനം മാറ്റി. മെയ് 28-ന് സിദ്ധരാമയ്യ രാജിവെച്ചതോടെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ DK ശിവകുമാർ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുകയും ചെയ്തു. ഇത്തരമൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നടന്ന ചടങ്ങിൽ പാർട്ടി അണികളിൽ നിന്നുണ്ടായ പെരുമാറ്റം കോൺഗ്രസിൻ്റെ ആഭ്യന്തര ഐക്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തുകയാണ്. ഖഡ്ഗെയുടെ കടുത്ത ഇടപെടൽ പാർട്ടിക്കുള്ളിൽ അച്ചടക്കത്തിൻ്റെ ആവശ്യകത വീണ്ടും ഓർമ്മിപ്പിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുകയാണ്.